ഇന്ന് പാലസ്റ്റൈൻ പാർട്ട് 3 ആഫ്റ്റർ സോളമൻ റോമൻ പ്രോവിൻസസ്. ഈ പലസ്തീൻ രാജ്യം, അതായത് കനാൻ ദേശം, സംഖ്യാപുസ്തകം 13-ാം അധ്യായം 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മോസസ് കനാൻ ദേശം ഉറ്റുനോക്കുവാൻ ഒറ്റുകാരെ അയക്കുന്നു. നിങ്ങൾ ഈ വഴി തെക്കേ ദേശത്ത് ചെന്ന് മലയിൽ കയറി ദേശം ഏത് വിധമുള്ളത് എന്ന് അതിൽ കൂടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ എന്നും അവർ വളരെ ചുരുക്കമാണോ അല്ലെങ്കിൽ അധികമോ എന്നും ദേശം നല്ലതോ ആകാത്തതോ പട്ടണങ്ങൾ പാളയങ്ങളോ അല്ലെങ്കിൽ കോട്ടകളോ ദേശങ്ങൾ പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തതോ അതിൽ വൃക്ഷങ്ങളുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കി അറിഞ്ഞു വരുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ മോശെ ഒറ്റുകാരെ അയക്കുകയാണ്. ഒറ്റുകാർ 40 ദിവസം കനാൻ ദേശം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അങ്ങനെ അവർ ചെന്ന സമയത്ത് അവിടെ ഒരു മുന്തിരി തോപ്പിൽ അവർ ചെന്നു. ആ ഒരു കുല അവർ വെട്ടിയെടുത്ത് അവരത് കൈവശം വെച്ചു. അതവർക്ക് 3 പേർക്ക് ആ ഒരു കുല താങ്ങാൻ കഴിയാത്ത വിധം അത്രയും ഭയങ്കരമായ ഫലഭൂഷ്ടമായ തൂക്കമുള്ളതായ ഒന്നായിരുന്നു. അവർ 3 പേരും ചുമന്നുകൊണ്ട് വരികയായിരുന്നു ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അത്രയും ഫലഭൂഷ്ടമായ, അങ്ങനെ അവർ തിരിച്ചു വരുന്നു. മോശയോട് പറയുന്നു, ഈ പറയുന്ന ദേശം കനാൻ ദേശം പാലും തേനും ഒഴുകുന്ന രാജ്യമാണ് എന്ന് പറയുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങൾ വളരെ മല്ലന്മാരാണ്, ബലവാന്മാരാണ്. അവരെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അവർക്ക് ശാരീരികമായി നമ്മളെക്കാളൊക്കെ വളരെയധികം വലിപ്പമുള്ളവരാണ്. ശാരീരികമായി ഭയങ്കര വലിയ ഒരു ആകാര സൗഷ്ഠമുള്ളവരാണ് അവർ. എന്നൊക്കെ തന്നെ അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും ആ ദേശത്തെക്കുറിച്ചും ദേശത്തിലെ ഫലഭൂഷ്ട ഫലങ്ങളെക്കുറിച്ചും എല്ലാം അവർ വിസ്തരിച്ച് പറഞ്ഞു. പക്ഷേ മോശെ അനുവദിച്ചില്ല പോകാൻ. നിങ്ങളവിടെ ഇപ്പോൾ പോകരുത്, കാരണം നാം വളരെ ജനസംഖ്യയിൽ കുറവാണ്, മല്ലന്മാർ വളരെ ചുരുക്കമാണ്, നാം അവരോട് യുദ്ധത്തിന് പുറപ്പെട്ടാൽ നാം തോറ്റുപോകും, അതുകൊണ്ട് നാം പോകരുത് എന്ന് പറഞ്ഞു. എന്നിട്ടും മോശയെ ധിക്കരിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ ഈ മലമുകളിൽ കയറി അവരോട് യുദ്ധം ചെയ്യാനായി പോയി. അവർ മുഴുവൻ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ വലിയൊരു നാശനഷ്ടം അവിടെ ഉണ്ടായി. എന്ത് തന്നെ ആയാലും ശരി, നാം ബൈബിളിൽ അവസാനം കാണുന്നത് മോശ കനാൻ ദേശത്ത് പോയിട്ടില്ല എന്നാണ്. കാരണം മോശ ഈ മലയിൽ നിന്നുകൊണ്ട് ഈ കനാൻ ദേശത്തിലേക്ക് നോക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദൈവം മോശയെ കനാൻ ദേശത്തേക്ക് അയച്ചില്ല എന്നുള്ള കാര്യം നാം എല്ലാവരും അറിയുന്നതാണ്. ബൈബിൾ വായിച്ചിട്ടുള്ള അറിയുന്നതായിരിക്കും. ശരി, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈ ഇസ്രായേൽ കനാൻ ദേശം യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്നു. അതായത് ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തെ യുദ്ധത്തിൽ തോൽപ്പിച്ച് കീഴടക്കി സ്വന്തമാക്കുന്നു. ലോത്ത് കനാൻ ദേശത്തെ 12 ഗോത്രങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നു. ലോത്ത് കനാൻ ദേശത്തെ 12 ഗോത്രങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ ഇത് ലോത്തിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞ് എത്രയോ ശേഷമാണല്ലോ ഈ പറയുന്നതായ മോശെ ജന്മമെടുത്തതും മോശെ പുറപ്പാട് മിസ്രൈമിലേക്ക് വന്ന് അവിടുന്ന്
ഈ കനാൻ ദേശത്തേക്ക് വരുന്ന കാലം പിന്നെയും 10-40 വർഷം കഴിഞ്ഞിട്ടാണല്ലോ നടക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇവിടെ ലോത്ത് എന്ന് പറഞ്ഞായ അദ്ദേഹം ഈ കനാൻ ദേശത്ത് അപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയം ജനിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയാൻ എനിക്ക് കഴിയില്ല. ബൈബിൾ അത് വിസ്തരിച്ച് പറയുന്നില്ല. ഇപ്പോൾ ലോത്ത് കനാൻ ദേശത്തെ 12 ഗോത്രങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഭരിച്ച ദാവീദ് രാജാവ് ഈ ദേശങ്ങളെല്ലാം ഒന്നിച്ച് കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ഒരു രാജ്യമായി ഇസ്രായേൽ രാജ്യം വീണ്ടും നിലവിൽ വരുന്നു. അങ്ങനെ ആ ഇസ്രായേൽ രാജ്യം ദാവീദിന് ശേഷം വീണ്ടും സോളമൻ, അതായത് ദാവീദിൻ്റെ മകൻ സോളമൻ രാജാവ് അതിനെ വീണ്ടും ഭരണ സൗകര്യത്തിന് വേണ്ടി 2ആയി വിഭജിക്കുന്നു. അങ്ങനെ വിഭജിച്ചതിലാണ് ഒന്ന് ഇസ്രായേൽ എന്ന് പറയുന്നതായ ഒരു ദേശവും മറ്റ് യഹൂദിയ എന്ന ദേശവും. ഇങ്ങനെ 2 ദേശമാക്കി, ഇതിനെ 2 വിഭാഗമാക്കിയാണ് പിന്നെ അദ്ദേഹം ഭരണം കൈയാളുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളൊക്കെ തന്നെ കുറച്ചു കാലം ഈ രാജ്യം ഭരിച്ചിരുന്നു. അങ്ങനെ രാജ്യങ്ങളൊക്കെ ഛിന്ന ഭിന്നമായി വീണ്ടും തകർന്നുപോയി. പിന്നെ അതിനുശേഷം ഈ രാജ്യങ്ങൾ റോമൻ പ്രവിശ്യകളുടെ കീഴിലായി, അതായത് റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം നാം വായിച്ചാൽ അത് മനസ്സിലാകും. എന്തായാലും പറയുന്നത്, തിബര്യാസ് കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ വാഴുന്നു. അപ്പോൾ പൊന്തിയോസ് പീലാത്തോസ്, പോന്റിയസ് പൈലറ്റ്, ഈ പൈലറ്റാണ് യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച് കൊല്ലാൻ വിധിക്കുന്നത് എന്ന് നമുക്കറിയാം. ആ പീലാത്തോസാണിത്. അദ്ദേഹം യഹൂദ ദേശമാണ് വാണിരുന്നത് 15-ാം നൂറ്റാണ്ടിൽ, അതായത് പിന്നെ AD 15 കാലഘട്ടത്തിൽ യഹൂദ വാഴുന്നു. ഹെറോദാവാകട്ടെ ഗലീലി ദേശവും അവൻ്റെ സഹോദരൻ ഫിലിപ്പോസ് ഇത്തുര്യ ത്രക്കോന ദേശവും വാണു. അങ്ങനത്തെ 3ആയിട്ട് അവർ വിഭജിച്ചുകൊണ്ട് റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ 3 പ്രവിശ്യകളായി ഇവർ ഭരണം നടത്തിക്കൊണ്ട് വരികയായിരുന്നു. ആ സമയത്ത് യേശു ഇവിടെ വചന ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടമായിരുന്നു. യേശുവും ശിഷ്യന്മാരും ആ ദേശത്തൊക്കെയും ചെന്ന് ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം തുടർച്ചയായി നമുക്ക് കേൾക്കാം.